ഹായ്. നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും പനി. അപ്പോൾ ഞാനും ധോനി ബേബി എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. എനിക്ക് കാലിക്കൂടെയൊക്കെ അങ്ങോട്ട് തണുപ്പ് കയറിയിട്ടൊക്കെ ആകെ ബുദ്ധിമുട്ടായി, പനിയൊക്കെ അധികമായി, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവർക്കും പനി വീട്ടിൽ. അങ്ങനെ എനിക്ക് കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ കുറേ മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ എനിക്ക് ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ, തൊണ്ടവേദനയും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, മൂക്കടപ്പ്. അപ്പോൾ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും വയ്യ, തല നിവർത്തം വയ്യ കേട്ടോ. തലയ്ക്കകത്ത് വെള്ളം നിന്ന് തല അടഞ്ഞ എന്താ ചെയ്യുക, കണ്ണാണെങ്കിൽ മിഴിക്കാൻ വയ്യ. അങ്ങനെ എനിക്ക് എന്താ പറയുക, ഇവിടെ വീട്ടിൽ എത്തിയ സമയത്ത് എനിക്ക് ആളോർമ്മ തന്നെ ഇല്ല. ഞാൻ ആശുപത്രിയിൽ പോയിട്ട് അങ്ങനെ വന്ന് ഇവിടെ കിടക്കരുത്. അപ്പോൾ കുട്ടിയാണെങ്കിൽ മേത്ത് കൂടെ കുത്തിമറിയുക, അവൾക്ക് ജലദോഷവും പനി കഫക്കെട്ട് വേണ്ട, അവൾ വാശി പിടിക്കുകയൊക്കെ ചെയ്തിട്ടേ എനിക്കും വയ്യ, എനിക്ക് എടുക്കാനും വയ്യ. കുട്ടിക്കൊന്ന് അരയ്ക്കാനോ പിടിക്കാനോ അതിനൊന്ന് കഴിക്കാൻ കൊടുക്കാനോ ഒന്നിനും വയ്യാത്ത അവസ്ഥ. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അമ്മ പറഞ്ഞു, ഇനി അവൾക്ക് അവിടെ കുട്ടീനെ എടുക്കാനും ബുദ്ധിമുട്ട്, ആരും ഇല്ലേനും, അവൾക്കൊന്ന് കടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റില്ല, ബുദ്ധിമുട്ടല്ലേ, നീ ഇവിടെ കൊണ്ടുവന്നാക്ക് വീട് എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അനിയത്തിമാരും വിളിച്ചു, പിന്നെ ഏട്ടന്. അവിടെ എന്തായാലും നിർത്തണ്ട, കാരണം തണുപ്പാണെങ്കിൽ അങ്ങനെ കേട്ടോ, വെള്ളം വിയർത്തിട്ട് വീടിനകമൊക്കെ വിയർത്തിട്ട് ആകെ ബുദ്ധിമുട്ട്, അങ്ങനെ വെള്ളം വീട്ടിനകത്ത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അവിടെ നിൽക്കണേക്കാളും ഭേദമല്ലേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുണ്ടല്ലോ, അരയ്ക്കാനോ എന്തിനാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ കൊടുക്കാനൊക്കെ ഒന്ന് അവളെടുത്തോട് ഇറക്കാം. അവിടെ മേമന്മാരും ഉണ്ട്, വീടിനടുത്തടുത്ത വീടുകളാണ് നമ്മുടെ അനിയത്തിനും വീടുകളെ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ വരും ചെയ്യും, ഒന്ന് അമ്മേനെ എടുക്കും സഹായിക്കുകയൊക്കെ ചെയ്യും കുട്ടീനെ. അങ്ങനെ ഇവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ കഴിച്ചു, ധോനി ബേബിയുടെയും കുറവുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നല്ലൊരു വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയാവാറായപ്പോൾ ഒന്ന് മഴ നല്ല പെയ്തു ഇവിടെ. അപ്പോൾ തോർച്ചുണ്ട്, ഒന്ന് ചാറി, നല്ലല്ല ഒന്ന് കുറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. മഴ കുറച്ച് കുറവുണ്ടായിരുന്നു ഇന്ന് രാവിലെ. അപ്പം ഇന്ന് നല്ല വെയിൽ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ധോനി ബേബീനെ ഒന്ന് തലയൊക്കെ ഒന്ന് എണ്ണ തേച്ച് നല്ല കുളിപ്പിച്ചു കേട്ടോ. താളിയൊക്കെ തേച്ച് എണ്ണ മെഴുക്കൊക്കെ കളഞ്ഞ് അവളെ കുളിപ്പിച്ചു അമ്മ. കുഴപ്പമൊന്നുമില്ല, അവൾ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇരുന്നതൊക്കെ, ആകെ ബുദ്ധിമുട്ട്. പിന്നെ നമ്മുടെ ഷീബ ചേച്ചി ചോദിച്ചു, ഇങ്ങനെ കർക്കിടക വാവൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ പൂർവികരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ബലിയ ഒക്കെ ഇടുമല്ലോ നമ്മൾ, അങ്ങനെയുള്ള ചടങ്ങുകളും പിന്നെ പൂജകളും ഒക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ. പിന്നെ ആ ഒരു ചടങ്ങ് നടത്തുന്ന ആൾക്കാരൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെ. പിന്നെ നമ്മൾ സ്ത്രീകളാകുമ്പോൾ പിന്നെ എല്ലായ്പ്പോഴും ഒക്കെ എല്ലാ വർഷമൊന്നും ചെയ്യാൻ പറ്റുന്നു വരില്ലല്ലോ. അപ്പോൾ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ചെയ്യും, പൂജകളൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്ത്. നമ്മൾ ചിലവരൊക്കെ തിരുവില്ലാമലയൊക്കെ പോയി അവിടെ നിന്ന് മുങ്ങിക്കുളിച്ച് പൂജകളൊക്കെ ചെയ്ത് തൊഴുത് വരുന്നവരുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ ഒരുക്കി അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലും ഉണ്ട് അങ്ങനെയുള്ള ഇതുകളൊക്കെ. ചേച്ചി ചോദിച്ചു, കഴിഞ്ഞ വീഡിയോയുടെ ചേച്ചി കണ്ടപ്പോൾ ഇങ്ങനെ മെസ്സേജ് ഇട്ടായിരുന്നു, കർക്കിടക വാവല്ലേ ഇങ്ങനെ ഞങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ ഉണ്ട്, നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടേ. ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞ് ഒരുപാട് പറഞ്ഞു പോയില്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കുറച്ച് വൈകി, കുറേ ഗ്യാപ്പായിട്ടോ വീഡിയോ ഇടാനൊക്കെ. അപ്പോൾ നമ്മുടെ കുഞ്ഞെ വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇനി ഡെയിലി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണ്, തിരിച്ച് പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മ ചോറൊക്കെ ആയിരിക്കണം കേട്ടോ, ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ധോനി ബേബിനെ കുളിപ്പിച്ച് അവൾക്ക് കഴിക്കാൻ കൊടുത്ത് അവൾ ഉറങ്ങുകയാണ് കേട്ടോ. നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവൾ നല്ല ഉറക്കമാണ് കേട്ടോ.
അപ്പോൾ ഇനി അവിടെ നിന്ന് ഒച്ചട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ പണി തരും നമുക്ക്. അമ്മ ഉണക്കമത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തക്കാളിയൊക്കെ കീറിയിട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചെറിയൊരു വെള്ളം വെക്കാന്നൊക്കെ വിചാരിച്ച് വെള്ളം പോലെയൊക്കെ വെക്കാം. ചെറിയ കറി പനിയൊക്കെ പിടിച്ചിട്ടേ വായിക്കൊന്നും ഒന്നൊരു രുചിയില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും എന്ത് കഴിക്കുമ്പോഴും എനിക്കറിയില്ല, കാഞ്ഞിരക്കായയുടെ കയ്പ്പിന് അത്രയും കയ്പ്പ് കിട്ടോ. അപ്പോൾ ഒന്നൊന്നും വായിക്കൊരു രുചിയേ ഇല്ല. അപ്പം അമ്മ അതാണ്ടോ ഉണക്കമീൻ നന്നാക്കുക കേട്ടോ. അമ്മ ഒരു ഹായ് പറഞ്ഞ എല്ലാവരോടും ഹായ് പറയുന്നുണ്ട് കേട്ടോ അമ്മ. മീൻ നന്നാക്കി ചെറുള്ളിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്, പച്ചമുളകും തക്കാളിയും. ഒരു തക്കാളി മതിയില്ലേ അമ്മ? കുഞ്ഞ വീഡിയോ ഇട്ടൊന്ന് ഞാൻ എന്താ ഇത്ര ദിവസം വീഡിയോ ഇടാത്ത കാരണവും ഒക്കെ പറയും ചെയ്യാം. പിന്നെ നമ്മുടെ കുഞ്ഞ വീഡിയോ ഇന്ന് ഇപ്പോൾ വീട്ടിലല്ലേ, അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെയാണ്. ഒരു ചെറിയൊരു എനിക്ക് കഫക്കെട്ടൊക്കെ മാറി വരുന്നേ ഉള്ളൂ കേട്ടോ. തല നനച്ച് ഇതുവരെ ഞാൻ കുളിച്ചിട്ടില്ല, മേല് കഴുകിയിട്ടുള്ളൂ. അപ്പോൾ ചോറൊക്കെ ആയിരിക്കണം. ചോറ് കണ്ടോ, ചോറൊക്കെ നേരത്തെ വാർത്ത് വെച്ചിരിക്കണു. ഇനി കഴിക്കാൻ കണ്ടോ, പച്ചമുളക്, തക്കാളി, ചെറിയുള്ളി, അതുപോലെ വെളുത്തുള്ളിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. ഞങ്ങൾ തന്നെ അല്ലേ ഉള്ളൂ. നല്ല മഴയല്ലായിരുന്നു, മഴയത്താണ് പുറത്തിറങ്ങാനും പറ്റില്ല ആകെ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അമ്മ ഇത് എന്തായാലും റെഡിയാക്കട്ടെ, എന്നിട്ട് നമുക്ക് കറി വെക്കണത് നോക്കാട്ടോ. ഒരിക്കലൊക്കെ എടുക്കേണ്ടതാണ്. അമ്മയുടെ അച്ഛനും അമ്മയും അവരാരും ഇല്ല ഇപ്പോൾ. അപ്പോൾ ഒരിക്കലൊക്കെ എടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും കൂട്ടാൻ പാടില്ല എന്നൊക്കെ പറയുകയാണേ, പക്ഷെ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ വന്നുകൊണ്ടും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ചിലപ്പോൾ ആയിന്നൊന്നും ചെയ്യാൻ പറ്റിയൊന്നും വരില്ല. അപ്പം ഇനി നമ്മൾ അടുത്ത വാവിന് ചെയ്യൂലേ അമ്മ? ഇനി എന്നാ വാവ്? തുലാമാസത്തിലെ വാവിനും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം ആ തുലാമാസത്തിലെ വാവിന് ചെയ്യാന്ന് അപ്പം അമ്മ പറയണത്. അപ്പം ഇനി അന്ന് ചെയ്യാന്നൊക്കെ. ശരിക്കും കർക്കിടകത്തിലെ വാവാണ് നല്ലത് എന്നാണ് അമ്മ പറയണത്. ഒന്നുകൂടി നമുക്ക് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒന്നുകൂടി ഒരു പുണ്യം ഉണ്ടാവുന്നത് നമ്മൾ കർക്കിടകത്തെ വാവിന് ചെയ്യണത് അത്രേ. അപ്പോൾ അത് ചെയ്യാം, ആ സമയത്ത് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ തുലാമാസത്തിലെ വാവിന് തുലാമാസത്തിലെ വാവിനും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇനി എന്തായാലും ഇനി കറി വെക്കട്ടെ കേട്ടോ. കറി വെച്ചിട്ട് വേറൊന്നുമല്ല, പനിയല്ല, എല്ലാവർക്കും പനി, ആകപ്പാടെ ഒരു ബുദ്ധിമുട്ട് എല്ലാത്തിനും. ഇപ്പം ചെറിയ അനിയത്തിയുടെ മോൾക്ക് ചോറൂണിന് പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഗുരുവായൂർ പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. നോക്കുമ്പോൾ എന്താ നല്ല മഴ. നിങ്ങൾ എന്താ പറയുക, വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഭാരതപ്പുഴ നിറഞ്ഞിട്ട് പട്ടാമ്പിപ്പാലൊക്കെ മൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് പട്ടാമ്പിപ്പാലത്ത് കൂടെ അങ്ങനെ തൃശ്ശൂർക്ക് വരുന്നതാണ് എളുപ്പം. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പാലക്കാട് മണ്ണുത്തി വഴി അങ്ങനെയും വരാം. പക്ഷേ നമുക്ക് ഇതിനെ പോകുമ്പോൾ ഭയങ്കര ലോങ്ങാണ്. പാലക്കാട് വഴി പോകുമ്പോൾ ലോങ്ങാണ്. പിന്നെ അവിടെയൊക്കെ മണ്ണിടിച്ചലിൻ്റെയൊക്കെ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനും പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ലായിരുന്നു, പനിയായതുകൊണ്ട്. എനിക്കും കുട്ടിക്കൊക്കെ പനിയല്ലേ. അപ്പം ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞു, നല്ല മഴയും. അപ്പോൾ പേടിയാവുക നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു പോവണ്ട, നമുക്ക് വേറെ 9-ാം മാസത്തിലൊക്കെ ഇങ്ങനെ ചോറൂണ് നടത്തും. നമുക്ക് 6-ാം മാസത്തിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 9-ാം മാസത്തിലൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ചോറൂണ് മാറ്റി വെച്ചു, മഴ കാരണവും. പിന്നെ രണ്ടാമത് പോവാൻ പറ്റില്ലല്ലോ, ബ്ലോക്കായില്ലേ. പാലത്തിൽ കൂടെയൊന്നും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടാണ്ടായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോകണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് എന്തായാലും കോറ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അരി ഭക്ഷണം ഒന്നും കൊടുക്കാതിരുന്നാൽ മതിയല്ലോ കുട്ടിക്ക്. അപ്പോൾ അവൾക്കിപ്പോൾ 6 മാസം ആവണുള്ളൂ.
അപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി പറയുക. അതായത് കോറയൊക്കെ അരച്ച് കൊടുക്കാൻ തുടങ്ങി. 2 ദിവസമായിട്ടുള്ളൂ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതും എല്ലാം കൂടി ആയിട്ട് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ. ഒന്നിനും ഒരു ഇതില്ല, ഒരു ഉന്മേഷമില്ലാത്ത പോലെയൊക്കെ. പിന്നെ നമുക്ക് അവിടെ ഇവിടെ ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ പേടി, ഭയം, മനസ്സിലെ വിഷമങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എന്താണ്, അതൊന്നൊന്നുമല്ല. അപ്പോൾ നമുക്ക് നമ്മളെത്രയോ സ്വർഗത്തിൽ കഴിയുന്ന പോലെ കഴിയുന്നു. അതുകൊണ്ട് വാവൊരിക്കലൊക്കെ ഒഴിവാക്കി അറിയാം. അപ്പം ഇനി തുലാമാസത്തിലെ വാവിന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട് അമ്മ. പിന്നെ എന്തായാലും ഇനി കറി വെക്കണം. അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അമ്മ പാവം കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇനി അമ്മയ്ക്ക് കുളിക്കാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അമ്മ കുളിക്കാൻ വെള്ളം. ഇനി ഭക്ഷണം കഴിക്കട്ടെ. ഇനി മരുന്ന് കഴിക്കാനുണ്ട്, മരുന്ന് കഴിക്കണം. എനിക്ക് കഫക്കെട്ടിന് ആയുർവേദ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയൊരു ഡപ്പയിലുള്ള ഒരു ലേഗ്യം പോലെ ഒരു ചെറിയൊരു ഡപ്പ കേട്ടോ, അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിക്കണം. അത് കഴിക്കുമ്പോൾ എനിക്കിങ്ങനെ നെഞ്ചിലെ കഫമൊക്കെ ഇങ്ങനെ അഴിഞ്ഞ് പോകുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ശ്വാസം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഇനി ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാരെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ കറി ആയിട്ടുണ്ട്. ഞാൻ കറി കാണിച്ചു തരാം കേട്ടോ. ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കറി തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. മത്തി, ഉണക്കമത്തി, കുടംപുളി ഇട്ടുന്നു കേട്ടോ. കുറച്ച് കുടംപുളി ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.